അൻസിബ കളിക്കുന്ന കളിയിൽ ഋഷിയും അഭിഷേകും പെട്ട് കിടക്കുന്നതാണോ? കാരണം ആ ലെവലിലാണ് ഇപ്പോൾ ഗെയിം മുന്നോട്ട് പോകുന്നത്. അൻസിബ വീണ്ടും പഴയതുപോലെ ഒരു ഭരണം തുടങ്ങിയിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അൻസിബയുടെ ബ്രില്യൻസ് ആണ്. അൻസിബ പറയുന്നത് കേട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ആ വീട്ടിൽ രണ്ടുപേരും നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെ ഓട്ടോമാറ്റിക്കലി അൻസിബ വെട്ടിത്തള്ളി എന്നൊരർത്ഥമാണ് അതിനുള്ളത്. ഋഷി ഓൾറെഡി മുമ്പേ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഫാമിലി വീക്ക് വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഒന്നെല്ലാം സെറ്റപ്പായി ഇരുന്നതാണെങ്കിലും അതെല്ലാം മാറി വീണ്ടും പഴയ അവസ്ഥയായി. ഋഷിയുടെ കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ്. അവർ ആ ഒരു കോംബോ പിടിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ അഭിഷേകും കൂടി ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീടിപ്പോൾ 2 ഗ്രൂപ്പാണ്. എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നിയെന്ന് അറിയത്തില്ല. അൻസിബ, നന്ദന, അഭിഷേക്, ഋഷി ഇവരൊരു ഗ്രൂപ്പിലോട്ടും മറുഭാഗത്ത് അപ്സര, സായി, സിജോ, ജാസ്മിൻ, അർജുൻ ഇവരൊരു ഗ്രൂപ്പിലോട്ടുമാണ്. പിന്നെ ശ്രീതു ഈ പറയും പോലെ അപ്പുറത്തൊന്നും പറയാൻ പറ്റത്തില്ല, ഇപ്പുറത്തൊന്നും പറയാൻ പറ്റത്തില്ല. ആ ഒരു ലെവലിലാണ് ശ്രീതു നിൽക്കുന്നത്. പിന്നെ നോറ ഇപ്പം ഈ ടീമിൽ സിജോ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് അടുക്കത്തില്ല. കാരണം സിജോയും നോറയും കൂടെ ക്ലാഷാണ്. ഇപ്പുറത്തെ ടീമിൽ നിന്ന് ഇപ്പോൾ അൻസിബ അടിച്ചിറക്കി പെരുവഴിയിലായ അവസ്ഥയാണ്. എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നിയെന്ന് അറിയത്തില്ല. ഇവർ എല്ലാവരും കണക്കാണ്. ഒരു മനുഷ്യന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എന്ന് ഇപ്പം പറയണമെങ്കിൽ ശ്രീതുവിനെ നോറയും പറയാം, ഇപ്പം ജിൻഡോയെയും പറയാം. കാരണം ഇവരൊരു ടീമിലും ഇല്ലാതെ നിൽക്കുകയാണ്. ശ്രീതു, നോറ, ജിൻഡോ ഇവർ കളിക്കുന്നോ കളിക്കുന്നില്ല അതൊന്നുമല്ല, ഇവരൊന്നും ചെയ്യുന്നില്ല. ഇവർ ഈ പറഞ്ഞ കണക്ക് അപ്പുറവും പോകുന്നില്ല ഇപ്പുറവും പോകണില്ല, മിണ്ടാതെ നിൽക്കില്ല. ബാക്കിയുള്ളവർ 2 ആയിട്ട് തിരിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് മത്സരം. ഈ മത്സരം തുടങ്ങിയത് നെസ്റ്റ് ടീമും ഈ പറയുന്ന ടണൽ ടീമും കൂടിയാണ്. അത് അവസാനം നെസ്റ്റും ടണലും കൂടെ ഒന്നായി. നെസ്റ്റിനകത്തുള്ള 2 പേര് അൻസിബയുടെ കൂടെ ഇങ്ങ് വന്നു. ആരൊക്കെ? ഋഷിയും അഭിഷേകും കൂടി. അത് കുറച്ചൊന്ന് നെഗറ്റീവ് ആക്കും. എന്നിരുന്നാലും സാരമില്ല, മുന്നോട്ട് ഇങ്ങനെയെങ്കിലും പോട്ടെ. പക്ഷേ ഈ പറഞ്ഞ അൻസിബയുടെ ടീമാണ് ഒരു ഇളക്കം ഉണ്ടാക്കുന്നത്, ഒരു ഇളക്കം വരുന്ന ആ ഒരു ടീമിൽ നിന്നാണ്. അപ്പോൾ അത് കുറേ അങ്ങോട്ട് പോകുമ്പം ഇത്തിരിയൊക്കെ കൊള്ളാം. കുറേ അങ്ങോട്ട് പോകുമ്പോൾ ഒരു നെഗറ്റിവിറ്റി അതിൽ നിന്ന് ഉണ്ടാവും. മറ്റേ ടീമിൽ നിന്ന് നെഗറ്റിവിറ്റി ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ അവർ പ്ലാൻ ചെയ്യുന്ന ഗെയിമാണ്. സിജോ, സായി, അപ്സര, പിന്നെ ജാസ്മിൻ ഇവരുടെ ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ആ അർജുൻ ഇവരുടെ ഗ്യാങ് എങ്ങനെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാം, പണപ്പെട്ടി ആർക്ക്, ടോപ്പ് 5 ആർക്ക്, എത്ര എവിക്ഷൻ കാണും, ഡബിൾ എവിക്ഷൻ, മിഡ് വീക്ക് എവിക്ഷൻ, ആ എവിക്ഷൻ ഇവരെങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. നേരെ മറിച്ച് ഈ പറയുന്ന അൻസിബയുടെ ടീംകാർ ഇവർ പ്ലാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഇതിനകത്ത് ഞാൻ ഈ അൻസിബയുടെ ടീം എന്ന് പറയുന്നുണ്ടെങ്കിലും അഭിഷേകിനെയും നന്ദനെയും ഞാൻ ആ ലിസ്റ്റിൽ പെടുത്തുന്നില്ല. മെയിൻലി അൻസിബയും ഋഷിയും ഇവർ പ്ലാൻ ചെയ്യുന്നത് അവൾ അങ്ങനെ ചെയ്തു, അതിൻ്റെ പിന്നിൽ ഇതാണ്. അവൾ ചെയ്തത് പേഴ്സണൽ ടാർഗറ്റാണ്. ഈ ലെവലിൽ ഇവർ കൂടെ ഗെയിം സെറ്റ് ആയി കഴിഞ്ഞാൽ സെറ്റായിരുന്നേനെ. അവരും കൂടെ ഗെയിം പ്ലാനാണ് മുന്നോട്ട് പോയെങ്കിൽ പോയേനെ. പക്ഷെ അഭിഷേക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ട് കിടക്കുകയാണ് ഇതിനകത്ത്. അതിൽ നിന്നൊന്ന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ അഭിഷേക് ഇന്ന് കത്തിയത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ എന്ത് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞോട്ടെ, അഭിഷേക് കത്തിയോ കണ്ടന്റ് ഉണ്ടാക്കിയോ, അഭിഷേക് കണ്ടന്റ് ഉണ്ടാക്കി. പിന്നെ ഈ പറഞ്ഞ പോലെ നോറയാണ് ഇപ്പോൾ പരിപാടിയിലായി നിൽക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഇന്നത്തെ ലൈവിൽ ഒരു അക്ഷരം കമാഷിമായി നോറ വേണ്ടിയിട്ടില്ല. നോറ എക്സ്പ്രഷൻ ഇല്ലാതെ ആരെങ്കിലും അടി കൂടുമ്പം ഇങ്ങോട്ട് നോക്കും. ഒന്നും നോറയ്ക്ക് പറയാനില്ല. കാരണം നോറ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. എന്താണ് ഇന്നത്തെ എപ്പിസോഡ് പറയാം. ഇന്നത്തെ മെയ് 24-ാം തീയതിയിലെ ബിഗ് ബോസ് സീസൺ 6ൻ്റെ 75ാമത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ മെയിൻലി ഇന്ന് നടക്കുന്ന സംഭവം നമ്മുടെ ബോണസ് പോയിന്റ് ടാസ്ക് 9 ആണ്. അത് രാവിലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. വളരെ ലക്കും ഓർമ്മശക്തിയും കൂടെ കളിക്കുന്ന ഒരു ടാസ്കിൽ ജാസ്മിൻ ബ്രില്യൻ്റ് ആയിട്ടൊരു മൂവ് നടത്തിയാണ് അവസാനം ജയിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഇവിടെ ഒന്ന് മാറി കൊടുത്തിരുന്നെങ്കിൽ അവിടെ അപ്സരയുടെ ടീം കയറിയേനെ. അവരുടെ ടീം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം സമയം കളഞ്ഞു. ഇവർക്ക് കിട്ടിയ പോയിന്റ് വെച്ച് അവർ ഇരുന്നോട്ടെ എന്നുള്ള ലെവലിൽ അവർ ജയിച്ച് കയറി. പിന്നെ അടുത്ത് നടന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന പോലുള്ള അഭിഷേകും ജാസ്മിനുമായിട്ടുള്ള ഒരു ഇഷ്യൂ. ഞാൻ കുറച്ച് നേരം മുമ്പേ ഈ അഭിഷേകിൻ്റെ ഇഷ്യൂ, അഭിഷേകിന് നിലപാടില്ല എന്ന് പറഞ്ഞാൽ എന്നെ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ പേഴ്സണൽ അറ്റാക്കാണ്. ഭയങ്കര വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചീത്ത വിളിക്കുക, ഫോൺ വിളിച്ച് ചീത്ത വിളിക്കുക, കമൻ്റ് അടിച്ച് ചീത്ത വിളിക്കുക. അപ്പോൾ ഇതെല്ലാം എനിക്ക് വന്നത് ഇങ്ങനെ ഫോൺ മലത്തി കാണിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, ഒരാളുടെ നമ്പർ കാണിക്കുന്നതിനും അയാൾ വിളിച്ച് തെറി കാണിക്കുന്നതിനും എനിക്ക് തിരിച്ചു വിളിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല. എന്നെ വിളിക്കുന്നവരൊക്കെ ഞാൻ അവർക്ക് എന്ത് മറുപടിയാണ് തിരിച്ചു കൊടുക്കുന്നതെന്ന് വ്യക്തമായിട്ട് കാണുന്നവരാണ്. എന്നോട് പറയുന്ന പോലെ എനിക്ക് തിരിച്ചു പറയാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല. പിന്നെ വേണ്ട, സമയമില്ല.
അപ്പൊ അതിനേക്കാൾ വലിയ ടോപ്പിക്കുകൾ നടക്കുന്നു. ഞാൻ അതിനകത്തൊരു ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, അഭിഷേകിനെ നെഗറ്റീവ് ആക്കാനാണ് ഞാൻ പറഞ്ഞത്. അഭിഷേകിനോടൊരു ക്വസ്റ്റ്യൻ ആര് വേണമെന്ന് വെച്ചാൽ ചോദിച്ചോട്ടെ. ഇപ്പൊ ഞാൻ അഭിഷേകിനോടൊരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് അഭിഷേക്, നിന്റെ പേരെന്താടാ എന്ന് ചോദിക്കുന്നത് ഓക്കെ. ഇത് എന്താ പേര്, നീയാണോടാ എനിക്ക് പേരിട്ടത്, എന്താടാ നിന്റെ പേര് എന്ന് തിരിച്ച് ചോദിക്കുമ്പോൾ അവിടെ ഒരു നമുക്ക് പറയാൻ ഉത്തരവില്ല. മനസ്സിലായില്ലേ? എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ ഉത്തരവില്ല, പകരം ഞാൻ മറുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും പോലെയാവും. ആ ഒരൊറ്റ സംഭവമാണ് ഞാൻ ആ വീഡിയോയിൽ എടുത്ത് പറഞ്ഞത്, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ജാസ്മിനെ അതിനകത്ത് സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ ജാസ്മിൻ എന്നുള്ള ഒരു വ്യക്തിയുടെ ഞാൻ പറഞ്ഞു, ജാസ്മിൻ എന്നല്ല, സിജോയ് എന്നല്ല, അപ്സര എന്നല്ല, ആരും ആയിക്കൊള്ളട്ടെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിപ്പോൾ അഭിഷേകിൻ്റെ അടുത്ത് നിന്നല്ല എൻ്റെ അടുത്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് മറുപടി ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ എനിക്ക് മറുപടി ഇല്ല, പകരം ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാമല്ലോ. ആ ഒരു സംഭവം മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് രണ്ടാമത് അതിൻ്റെ പിറകെ ഞാനൊരു ലൈവ് അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഋഷിക്ക് ബോണസ് പോയിന്റ് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി കൊടുത്തു. അപ്പോൾ അത് ഞാൻ പറഞ്ഞിരുന്നു അൺഫെയർ ആണ്, എനിക്ക് അവിടെ കളിച്ചു എന്ന് തോന്നിയത് അഭിഷേകാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കുറേ കമന്റ്, നീ ലൈവ് കാണുന്നില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറയട്ടെ, ഞാൻ 24/7 ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അവർ ഉറങ്ങുമ്പോൾ ഉറങ്ങും, അവർ എഴുന്നേക്കും. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് കാണാതായാലുണ്ട്, അല്ലാതെ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് എടുത്ത ടാസ്ക് 1 മുതൽ 10 വരെയുള്ള ഡീറ്റെയിൽസും, ഇന്ന ടാസ്ക് ഇത്ര പോയിന്റ് ഇത്ര പേര് കളിച്ചു. അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ തെറ്റുകൾ വരുന്നത്, ഞാനൊരു മനുഷ്യനാണ്, ഉറക്കോ ഇല്ലാതെ ഇതിൻ്റെ പിറകെ നടക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് തെറ്റുകൾ പറ്റും. അപ്പം ഞാൻ കൂടുതലും ഞാൻ പറഞ്ഞത് അഭിഷേകും അർജുനുമാണ് പെർഫോമൻസിൽ സൂപ്പറായി നിന്നത്, ഋഷിക്ക് അത് കിട്ടാനുള്ള യോഗ്യതയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെ കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്തിരുന്നു, ഋഷി കുറച്ച് ടാസ്കിൽ പങ്കെടുത്തിട്ടുണ്ട്, നിങ്ങളത് കാണാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല, എൻ്റെ തെറ്റ് തന്നെയാണ്, ഞാനത് ശ്രദ്ധിച്ചില്ല. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ തലയിൽ ഇരിക്കുവാണ്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ 24/7 ഇരുന്ന് റിവ്യൂ ചെയ്യുന്ന എൻ്റെ ബുദ്ധിമുട്ട് എനിക്കല്ലേ അറിയാവൂ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ ഒരു സംഭവം പോലും ലൈവിൽ നടക്കുന്ന വിടാതെയാണ് 2 മണിക്കൂർ 3 മണിക്കൂർ കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇടയ്ക്കൊക്കെ ഞാൻ മനുഷ്യനല്ലേ, അപ്പോൾ അതിനൊരു മിസ്റ്റേക്ക് ഞാൻ. അപ്പോൾ കുറേ പേര് നീ മനഃപൂർവ്വം ഋഷി അങ്ങനെ ചെയ്തതാണെന്ന്. എനിക്ക് എന്തുവാണ് ഋഷിക്കെതിരെ ചെയ്തിട്ട്? ഞാൻ അതിനകത്ത് കാണുന്ന കാര്യം, കഴിഞ്ഞ വർഷം നിങ്ങൾ കുറേ പേര് കഴിഞ്ഞ വർഷം നിൻ്റെ റിവ്യൂ അടിപൊളിയായിരുന്നു, ഇപ്പോൾ കൊള്ളത്തില്ല. കഴിഞ്ഞ വർഷം ഞാനന്ന് റിവ്യൂ മേഖലയിലോട്ട് വന്നതേ ഉള്ളൂ. എനിക്കറിയില്ല എന്താണ് ബിഗ് ബോസ് ലോകം, ബിഗ് ബോസിൻ്റെ റിവ്യൂ ലോകം എന്താണ്. ബിഗ് ബോസ് ഒരാൾക്കെതിരെ നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്തെല്ലാം ആരോപണങ്ങൾ വരും എന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒരാൾ തെറ്റ് ചെയ്താൽ പോലും അത് ന്യൂട്രൽ ആയിട്ട് അങ്ങ് വിടും, ഒരൊറ്റ കാര്യം ഞാൻ മിണ്ടത്തില്ല. അപ്പോൾ എനിക്ക് കഴിഞ്ഞ അറ്റാക്ക് കുറവായിരുന്നു, എന്നാൽ അറ്റാക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പോലും. അപ്പോൾ ഇപ്പം എനിക്ക് കുറേ കൂടി എന്താ പറയുക, കുറേ കൂടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒത്തിരി പേരായപ്പോൾ എനിക്ക് ഇത്തിരി കൂടെ ഒരു ധൈര്യം വന്നു. നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, കുറച്ചുകൂടി എടുത്ത് ഞാൻ ഇത്തിരി കൂടെ സ്ട്രോങ് ആവണം, എൻ്റെ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറയണം, അതിന് ആർക്ക് ശരിയെന്നോ തെറ്റെന്നോ. അപ്പോൾ ആ ലെവലിലാണ് ഞാൻ നിന്ന് പറയുന്നത്. നിങ്ങൾക്കത് എടുക്കാൻ പറ്റുമെങ്കിൽ ആ സെൻസിൽ എടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കളയുക, അത്രേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഞാൻ പറയുന്ന സംഭവം ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിങ്ങളുടെ വോട്ട് ചെയ്യാൻ ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഋഷി കളിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി ഋഷി ഗെയിം കളിച്ചിട്ടുണ്ട് അഭിഷേകിനോട്. പക്ഷേ കമ്പാരിറ്റീവ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ആ ടാസ്കിൽ അല്ലെങ്കിൽ ടിക്കറ്റ് ഫിനാലായിട്ട് ബോണസ് പോയിന്റിൽ ഭയങ്കര സൂപ്പറായിട്ട് എഫേർട്ട് എടുത്ത് കളിച്ചത്. 4 പേരും എഫേർട്ട് എടുത്തു എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. 4 പേരും എഫേർട്ട് എടുത്തു, സൂപ്പർ തന്നെയാണ്. ആ 4 പേരിൽ നിന്നും ഏറ്റവും മികച്ച വ്യക്തി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അഭിഷേകിനെയും അർജുനെയാണ്. അതിനകത്ത് എനിക്ക് ഏറ്റവും മികച്ച തോന്നിയിട്ടുള്ളത് അഭിഷേകിനെയാണ്. സത്യം, എനിക്ക് തോന്നിയ കാര്യമാണ്. നിങ്ങൾക്ക് പലപ്പോഴും പല ഒപ്പീനിയൻസ് ആയിരിക്കാം. എനിക്കതിനകത്ത് തോന്നിയൊരു കാര്യമാണ് അഭിഷേകാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്തത്. പക്ഷേ അഭിഷേക് ഗെയിം മറിച്ചു. ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ അവിടെ അഭിഷേക് മണ്ടത്തരം കാണിച്ച് ഋഷിക്ക് കൊടുത്തു. അത് അഭിഷേക് കാണിച്ച മണ്ടത്തരം. അഭിഷേക് അത് കയ്യിൽ പിടിക്കായിരുന്നു, അഭിഷേക് അത് പിടിച്ചില്ല, ഋഷിക്ക് കൊടുത്തു. പിന്നെ ഈ പറഞ്ഞ ഗ്രൂപ്പായിട്ടുള്ളൊരു ഡിസ്കഷൻ ആയിരുന്നുവെങ്കിലും ജാസ്മിന് അർജുൻ പക്ഷേ കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു, ജാസ്മിന് കൊടുക്കാനായിരുന്നു. അപ്പോൾ ജാസ്മിൻ മറിഞ്ഞു. അപ്പോൾ അർജുൻ കൂടെ നേരെ തിരിച്ച് ഋഷിക്ക് കൊടുത്തതാണ്. അപ്പോൾ അഭിഷേക് കൂടെ തന്ത്രപൂർവ്വമായിട്ട് കളിച്ചത്. അപ്പോൾ ഇതിൻ്റെ കൂടി അർജുൻ പറയുന്നുണ്ട് അഭിഷേകിന് കിട്ടരുതെന്ന് എനിക്കുണ്ടായിരുന്നു എന്ന് അർജുൻ പറയുന്നുണ്ട്. ജാസ്മിൻ പറയണേ എനിക്ക് അങ്ങനെ ഇല്ല, അഭിഷേക് ഈ ആഴ്ച പോകുമെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ അഭിഷേകിന് കിട്ടരുതെന്ന് പറഞ്ഞാൽ, അല്ലാതെ എനിക്ക് വേറെ ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഡേ നടന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ഡേ നടന്ന മെയിൻ ഇഷ്യൂ. ഇനി അടുത്ത് നാളത്തെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം. നാളത്തെ എവിക്ഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.